കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിനായി മാത്രം ബി.ജെ.പി ചിലവിട്ടത് റെക്കോർഡ് തുകയെന്ന് കണക്കുകൾ. 1737.68 കോടി രൂപ ബി.ജെ.പി ചിലവഴിച്ചു. 2024 പൊതുതെരഞ്ഞെടുപ്പ് മൊത്തം ചിലവിന്റെ 45%മാണിത്. കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവിന്റെ പഠന റിപ്പോർട്ടാണ് ഇംഗ്ലീഷ് മാധ്യമമായ ദി വയർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് വി.എസ്. സനോജ് ചേരുന്നു. സനോജ്, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? ആരുണ്യ, കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ഏറ്റവും വലിയ തുകയ്ക്ക് ഉള്ള വലിയ രീതിയിൽ പണമൊഴുക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു നമുക്കറിയാം. അതിൽ ഏറ്റവും കൂടുതൽ വരവും ഏറ്റവും കൂടുതൽ ചെലവും ബി.ജെ.പിയെ സംബന്ധിച്ച്, ബി.ജെ.പിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയെ സംബന്ധിച്ചാണ്. 1737.68 കോടി രൂപയാണ് ബി.ജെ.പി ചെലവിട്ടത് എന്ന് ഈ കണക്കിൽ പറയുന്നുണ്ട്. അതായത് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവിൻ്റെ റിപ്പോർട്ട് അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടികൾ സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ കണക്കുകളുടെ അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമമായിട്ടുള്ള ദ വയർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 1737 കോടി രൂപ ബി.ജെ.പി പ്രചരണത്തിൽ ചെലവിട്ടിരിക്കുന്നു. രാജ്യത്തെ 22 പാർട്ടികൾ 3861.57 കോടി രൂപയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെലവിട്ടിരിക്കുന്നത്. അതിൽ തന്നെ കോൺഗ്രസ് 686.19 കോടി രൂപ, ഒപ്പം പരസ്യങ്ങൾക്കായി മാത്രം 992.48 കോടി രൂപ, ഇതിൽ ബി.ജെ.പി 684.57 കോടി രൂപ പരസ്യങ്ങൾക്കായി മാത്രം ചെലവിട്ടു. ഇതിൽ തന്നെ നമുക്കറിയാം, ഏറ്റവും കൗതുകകരമായൊരു കാര്യം അതായത് ബി.ജെ.ഡി, അതുപോലെ YSR കോൺഗ്രസ്, DMK, ഈ പാർട്ടികളാണ് ഇതിന് ബി.ജെ.പിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും തൊട്ട് താഴെയുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അതിൻ്റെ ചെലവുകൾ ഉൾപ്പെടെ അതിൽ ബി.ജെ.പി ഉൾപ്പെടെയുള്ള മുഖ്യധാര പാർട്ടികളെല്ലാം തന്നെ നടത്തിയ ക്യാമ്പയിനുകളുടെ ചെലവുകൾ ഉൾപ്പെടെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. 40 കോടി വീതം ഈ 4 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി 40 കോടി രൂപ വീതം ചെലവാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും കൗതുകകരമായ കാര്യം താരപ്രചാരകരുടെ വരവുമായി ബന്ധപ്പെട്ട് ഉള്ള ചെലവുകളാണ്. അതിൽ നരേന്ദ്രമോദിയുടെ ചെലവ് എന്ന് പറയുന്നതിന് അവർ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 12 കോടി രൂപ മാത്രമാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ, പത്രപരസ്യം ഉൾപ്പെടെയുള്ള പരസ്യങ്ങൾക്കായി ചെലവിട്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് 147 കോടിയും DMK 161 കോടിയും ചെലവിട്ടുവെന്ന് ഈ കണക്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒഡീഷയിൽ നവീൻ പട്നായിക് ബിജു ജനതാദളിന് വേണ്ടി വലിയ തുക ചെലവാക്കി എങ്കിൽ പോലും, അതുപോലെ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രയിൽ ചെലവാക്കിയ തുകയ്ക്കും ഉള്ള വലിയ തുക ചെലവാക്കി എങ്കിൽ പോലും രണ്ട് നേതാക്കളും അവരുടെ പാർട്ടിയും അവർക്ക് ഭരണനഷ്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ രീതിയിലുള്ള കണക്കിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ദ വയർ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വരവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 5000-ലധികം കോടി രൂപയുടെ കണക്ക് ആണ് നേരത്തെ ഇലക്ഷൻ സമയത്ത് ബി.ജെ.പി കൊടുത്തിരുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ 10,000-ന് മുകളിൽ, 11,000-നോട് അടുക്കുന്ന തരത്തിലേക്കുള്ള സംഭാവനകൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ അവരുടെ വാല്യൂ, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നിലയെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ നിലയിലേക്ക് അവർ 6,000 കോടിയോളം വർദ്ധിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എന്നുള്ള ഒരു വിശദാംശങ്ങൾ കൂടി ആ റിപ്പോർട്ടിലുണ്ട്. അരുണ്യ, കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിനായി മാത്രം ബി.ജെ.പി ചെലവിട്ട തുകയുടെ കണക്കുകളാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് വി.എസ്. സനോജ്.